Okay, now we are starting with the paper 3, school organization. So to begin with, let's see what's a school. School is a special environment where certain quality of life and certain type of activities and occupations are provided with the object of securing the child's development along the desirable lines. ഈ ഡെഫിനിഷൻ തന്നിരിക്കുന്നത് ജോൺ ദുവേ ആണ്. ജോൺ ദുവേ ഈസ് ആൻ അമേരിക്കൻ ഫിലോസഫർ. സോ ഇതന്നാണ്. With that, let's start with the first chapter, meaning, need, role of school organization. അതിന് മുന്നേ നമുക്ക് ആദ്യം നമ്മളെപ്പോഴും സ്കൂളിലെ എല്ലാ ഓർഗനൈസേഷനിലും there is a management who runs the show. Okay. അപ്പം വാട്ട് ഇസ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്താണ് നമുക്ക് ആദ്യം നോക്കാം. എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് റെഫേഴ്സ് ടു ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ വിച്ച് എ ഗ്രൂപ്പ് കമ്പൈൻസ് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് ടു സൂപ്പർവൈസ്, പ്ലാൻ, സ്ട്രാറ്റജൈസ് ആൻഡ് ഇംപ്ലിമെന്റ് സ്ട്രക്ചേഴ്സ് ടു എക്സിക്യൂട്ട് ആൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പം സ്കൂൾ മാനേജ്മെന്റിൽ മെൻ ആൻഡ് മെറ്റീരിയലിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നു. അതിന്റെ ഒരു ഡെഫിനിഷൻ ഷെല്ലി ഉമം എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതിനകത്ത് മാനേജ്മെന്റ് ഇംപ്ലൈസസ് ആൻ ഓർഡർലി വേ ഓഫ് തിങ്കിങ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഇൻ ഓപ്പറേഷണൽ ടേം വാട്ട് ഇസ് ടു ബി ഡൺ, ഹൗ ഇസ് ടു ബി ഡൺ ആൻഡ് ഹൗ ഡു വി നോ വാട്ട് ഹാസ് ബീൻ ഡൺ. 3 കാര്യങ്ങളാണ്. വാട്ട് ഇസ് ടു ബി ഡൺ, ഹൗ ഇറ്റ് ഇസ് ടു ബി ഡൺ ആൻഡ് ഹൗ ഡു വി നോ വാട്ട് വി ഹാവ് ഡൺ. അതാണ്. അപ്പം school management requirement undo. Is there a need? That is what we are going to see next. Need of an educational management. Definitely there is a need for the management, the people who organizes things. And what are the main reasons to have an educational management is as we know, always the resources are limited. Then to achieve the maximum effectiveness and efficiency, help in administrative decisions, clear choices and optimum utilization of resources. ഈ 5 കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒരു മാനേജ്മെന്റിന്റെ റിക്വയർമെന്റ് ഉണ്ട്. ഇതെല്ലാം പ്രയോറിറ്റൈസ് ചെയ്ത് അത് ആ രീതിയിൽ അത് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ വരുന്നത് ഫാക്ടേഴ്സ് ഇൻ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്. ഈ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിംഗ് ആൻഡ് കൺട്രോളിംഗ്. 4 points: പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിംഗ് ആൻഡ് കൺട്രോളിംഗ്. And at the പ്ലാനിങ്ങിലും we can subdivide it into another 4 areas: logical sequencing, teaching strategies, subject knowledge, necessary skills. അല്ലേ? ഇപ്പം നമ്മള് ഇപ്പൊ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴാണെങ്കിൽ എല്ലാത്തിനും ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഫ്ലോ ഉണ്ടായിരിക്കണം. അപ്പൊ അതിൻ്റെതായിട്ടാണ് ലോജിക്കൽ സീക്വൻസിങ്. ഏത് കാര്യങ്ങൾ എങ്ങനെ എപ്പോഴാണ് എന്നുള്ളത് സിസ്റ്റമൈസ് ചെയ്ത് അത് പ്ലാൻ ചെയ്യണം. പിന്നെ ഇതിനാണ് ടീച്ചേഴ്സിന് ടീച്ചിങ് സ്ട്രാറ്റജീസ്. ഒരേ അപ്രോച്ച് പറ്റത്തില്ല. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. വേരിയസ് അപ്രോച്ചസിന്റെ ആവശ്യമുണ്ട്. വേരിയസ് സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ കുറെയൊക്കെ അവർക്ക് അറിയാം. പിന്നെ ടീച്ചേഴ്സ് വർക്ക്ഷോപ്പിൽ നിന്നും എക്സ്പീരിയൻസ് പീപ്പിൾ അവരുടെ ഗൈഡ് ചെയ്ത് അങ്ങനെ അവർ പഠിക്കുന്നു. Then comes the subject knowledge. Definitely the teacher should have the subject knowledge to teach the topic. പിന്നെ they need the necessary skills. What are the necessary skills? നോർമൽ സ്കിൽസ് എന്തൊക്കെയാണ്? തിങ്കിങ് സ്കിൽ, സോഷ്യൽ സ്കിൽ, റിസർച്ച് സ്കിൽ, ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആൻഡ് സെൽഫ് മാനേജ്മെന്റ് സ്കിൽ. ഈ സ്കിൽസ് എല്ലാം അവർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് ഇസ് ഓർഗനൈസിങ്. ഓർഗനൈസിംഗിൽ എന്തൊക്കെയാണ്? യൂസസ് ഓഫ് റിസോഴ്സസ് ഇഫക്റ്റീവ്ലി ആൻഡ് എക്കണോമിക്കലി, റിസോഴ്സസ് ഓൺ ടീച്ചിങ് എയ്ഡ്സ് ആൻഡ് ടാക്ടിക്സ്, ട്രെയിനിങ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ഗുഡ് ടീച്ചിങ് സ്കിൽസ്. ഈ 3 പോയിന്റാണ് ഓർഗനൈസിംഗിൽ. നിങ്ങൾ പറയാം യൂസസ് ഓഫ് റിസോഴ്സസ് എഫക്റ്റീവ്ലി, വെരി ഇമ്പോർട്ടന്റ്, ആൻഡ് എക്കണോമിക്കലി. Then decision on teaching aids and tactics.
അതാണ് ഓർഗനൈസിംഗ് വരുന്നത്. ട്രെയിനിങ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ഓൾ ടീച്ചിങ് സ്കിൽസ്, അത് ടീച്ചേഴ്സിനും പ്രാക്ടീസിന് റിക്വയർമെന്റ് ഉണ്ട്. ഇപ്പം ബിഫോർ ദ ക്ലാസ് they prepare themselves, and in the process also as it goes definitely there will be an improvement. പിന്നെ leading, then a teacher task is to motivate students activities, encourage them, guide them and use of suitable teaching strategies. Leading 4 points അതാ പറഞ്ഞിരിക്കുന്നത്. Controlling, teacher has to take into consideration whether the predetermined objectives are achieved. If there is any shortcoming, then the teacher revises or modifies the teaching activities. Without this controlling, teaching is incomplete. Teaching needs takes into consideration whether they have achieving the predetermined goals. Oro activity like I would say each portion നമ്മൾ പഠിപ്പിക്കുമ്പോഴും there is a predetermined goal. ആ goal are they achieving എന്നുള്ളത് it's very important for the teacher to review it. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ ടോപ്പിക്സ് ഒക്കെ പഠിപ്പിക്കുമ്പോഴും ചിലപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അത്രയും എഫക്റ്റീവായിട്ട് വരുന്നില്ല, അതോ അവർക്ക് നമ്മൾ എക്സ്പ്ലനേഷൻ സഫീഷ്യന്റ് ആയില്ല, അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി what the teacher do, she will go re-explain it. പിന്നെ അതുപോലെ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ഇപ്പൊ മാത്ത് പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ we give them more practice. So that is very important. Let's see what is educational planning. Like planning is required for any sort of systematic work, so is for the education also. And here education planning is a detailed and systematic process, and it does not happen by chance. No, like nothing happens by chance. Like for a effective and purposeful program, planning is very necessary, and it is goal oriented, and it's directed for achieving a set of educational objectives. Educational planning it aims in the achievement of educational ഒബ്ജക്റ്റീവ്സ്. ഇപ്പം എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഇതിലെ പ്രിൻസിപ്പൾ ഓഫ് എഡ്യൂക്കേഷനിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്, എന്തിനാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. സോ ഐ എം നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ ഹിയർ. Now let's come to the nature of educational planning. There are 8 points in it. First is to forecast, second is interpretation, third is goal and objectives, fourth decision making, fifth is optimum operation optimization, 6 is problem prevention, 7 management change, 8 is complexity resolution. അപ്പം ഇതിൻ്റെ അത് ഫോർകാസ്റ്റിൽ എന്തൊക്കെയാണ്? number of students, type of students and facility required, also facilities for the expansion. Forecastil venumba we have to see the growth in the future. അതനുസരിച്ച് വേണം നമുക്ക് ആ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ. പിന്നെ then interpretation, operational capabilities as per the demand. നമുക്ക് തന്നെയാണ് എത്ര നമുക്ക് ഇതൊക്കെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ടായിരിക്കണം. ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ്, ഇറ്റ് എനേബിൾ ഇൻ മേക്കിംഗ് ഓർ സെറ്റിംഗ് അപ്പ് ദ ഗോൾസ് വിച്ച് ആർ റിലവൻറ്റ് ഫോർ ദി പ്രസന്റ് ആൻഡ് ദി ഫ്യൂച്ചർ. ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അതെല്ലാം അച്ചീവബിൾ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അതിനെ നമുക്ക് മെഷർ ചെയ്യാനും പറ്റുള്ളൂ, മെഷർ ചെയ്യാൻ പറ്റണം. പിന്നെ മറ്റേത് അൺറിയലിസ്റ്റിക് ആണെങ്കിൽ ലൈക്ക് ഇതെന്നാണ് നമുക്ക് ആ മോട്ടിവേഷനൊക്കെ നമുക്ക് ഇല്ലാതാവും. പിന്നെ ഇപ്പൊ ഒരു സ്കൂളിൽ എല്ലാ കുട്ടികൾക്കും ഇതെന്നാണ് ഇപ്പം A+ ഒക്കെ വരുന്നതുകൊണ്ട് നമുക്കിപ്പം എല്ലാവർക്കും A+ കിട്ടണം എന്നൊക്കെ നമുക്ക് പറയാം, ബിക്കോസ് ദർ ഇസ് എ റേഞ്ച് ഇറ്റ്സ് വൈഡ്. പക്ഷെ ഇപ്പൊ എല്ലാ കുട്ടികൾക്കും ഫസ്റ്റ് റാങ്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുപോലെ ഇതിൻ്റെ അകത്ത് ഇതെന്നാണ് അച്ചീവബിൾ ആയിരിക്കണം അവരെ ടാർഗറ്റ് കൊടുക്കുന്നത്. പിന്നെ ഡിസിഷൻ മേക്കിംഗ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റർമിനിങ് ദ ഒപ്റ്റിമം ഡെസിഷൻ, ഗുഡ് ഡെസിഷൻസ് എടുക്കാൻ പറ്റണം. ഓപ്പറേഷൻ ഓപ്റ്റിമൈസേഷൻ ഡസ് ഇംപ്രൂവ് ദ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ വിത്ത് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിങ്. അതിൻ്റെ അകത്ത് തന്നെയാണ് എല്ലാം റിസോഴ്സും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ അത് യൂസ് ചെയ്യുക, അത് അത്ര എഫക്റ്റീവ് ആക്കുക. പിന്നെ അതിൻ്റെ അകത്ത് ഓപ്പറേഷണൽ ഓപ്റ്റിമൈസേഷനിൽ അതിൻ്റെ അകത്ത്
ഇതുണ്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ, ഓരോ സിറ്റുവേഷനിലും എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത്. അത് ഈവൻ ലൈക്ക് ഫോർ സ്കൂൾസ് ആണെങ്കിൽ ഓരോ ഇതിൽ റിപ്പോർട്ടിംഗ് ടു ഹോം ആൻഡ് ഹൂ വിൽ ഗിവ് ദം ദ ഗൈഡൻസ്, പിന്നെ അത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള അതെല്ലാം നമുക്ക് ഈ ഓപ്പറേഷൻ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയറിൽ നമുക്ക് ഉണ്ടാകും. പിന്നെ ഓപ്പറേഷൻ മാനുവൽ, ഹൗ തിങ്സ് വർക്ക്, അത് ഓപ്പറേഷൻ മാനുവൽ മെൻഷൻ ചെയ്യും. അഡ്മിനിസ്ട്രേറ്റീവ് ഗൈഡ് ലൈൻസ് ആൻഡ് പോളിസീസ്, ഇതെല്ലാം എല്ലാ ഓർഗനൈസേഷനും സ്കൂളിലോ കോർപ്പറേറ്റ്സോ എവിടെയാണെങ്കിലും അവർക്കെല്ലാം ഇതെല്ലാം ഉണ്ടായിരിക്കും. അതിന്റെ പണ്ടൊക്കെ ആണെങ്കിൽ അതിന്റെ മാനുവലായിട്ട് തന്നെ നമുക്ക് ജോയിനിങ് ടൈമിൽ നമ്മൾ തന്നെയാണ് അവർക്ക് കയ്യിൽ കൊടുക്കുന്നത്. ഇപ്പം എല്ലാം തന്നെയാണ് സേവ് പേപ്പർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നിട്ട് എല്ലാം ഇത് സോഫ്റ്റ് കോപ്പീസ് ആണ്. സോഫ്റ്റ് കോപ്പീസ് പറഞ്ഞാൽ അവർക്കെല്ലാം മെയിൽ വഴിയോ എല്ലാം അവർക്ക് ഡോക്യുമെന്റ് ആയിട്ട് അവർക്ക് അവരുടെ കയ്യിലുണ്ടായിരിക്കും. അത് ആസ് പെർ ദ റിക്വയർമെന്റ് ദേ ക്യാൻ ഗോ ത്രൂ ഇറ്റ്. ആൻഡ് ലൈക്ക് നമ്മളൊരു ഓർഗനൈസേഷൻ ജോയിൻ ചെയ്താൽ ആദ്യം അതെല്ലാം നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കണം ബോർഡ് സെറ്റ് എന്ന്, എന്നിട്ട് വേണം നമ്മൾ അതിലോട്ട് ഇൻവോൾവ് ആവാൻ. ഓക്കെ, പിന്നെ അതിൻ്റെ അകത്തും തന്നെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഓപ്റ്റിമൈസ്. പിന്നെ വരുന്നത് പ്രോബ്ലം പ്രിവെൻഷൻ, to be prepared to overcome any unusual problems. In case problematic situation, there should be a procedure to be followed. അൺസർട്ടൺ കാര്യങ്ങളൊക്കെ വരും. ഇപ്പൊ സ്കൂളിലാണെങ്കിൽ അൺയൂഷ്വൽ ആയിട്ട് കാര്യം വരുവാണ്, whom to be reported. അത് പിന്നെ that can be considered as an example. പിന്നെ എന്താണ് അതിന്റെ ഫോർമാലിറ്റി എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളത് അതാണ് പ്രോബ്ലം പ്രിവെൻഷനിൽ വരുന്നത്. പിന്നെ മാനേജ്മെന്റ് ചേഞ്ച്, എഡ്യൂക്കേഷൻ പ്ലാനിങ് ഇസ് എ പാർട്ട് ഓഫ് ഓർഗനൈസേഷനിൽ. അതിൻ്റെ അകത്ത് പിന്നെ കുറെ ടൂൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. MOB, MOR എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. PRT is program or project evaluation and review technique. MOB is management by objectives or result. Then complexity resolution, planning helps to gain control over the program and future developments. എഡ്യൂക്കേഷൻ പ്ലാനിങ് ആസ് എ കോർഡിനേഷൻ ആൻഡ് പ്ലാനിങ്. അപ്പം ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഫോർ എ ഇഫക്റ്റീവ് വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിങ് നോക്കാം. അതിൻ്റെ അകത്ത് എന്തെല്ലാം വേണം എന്നാണ്. അതിൻ്റെ അകത്ത് കോപ്പറേഷൻ വേണം, വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് എ ടീം വർക്ക് ആൻഡ് സോ കോപ്പറേഷൻ ഓഫ് എവറി മെമ്പർ ഇസ് എക്സ്പെക്റ്റഡ്. കോപ്പറേഷൻ വേണം. റെമഡിയൽ മെഷേഴ്സ്, ഈ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം കറക്റ്റ് ആവണം എന്നില്ല. ആ തീരുമാനങ്ങളിൽ പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ യു ഷുഡ് ബി ഏബിൾ ടു ടേക്ക് ദ റെമഡിയൽ മെഷേഴ്സ് ഫോർ ഇറ്റ്. ചോയ്സ് ഓഫ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്, ദെൻ ടീം വർക്ക്, ഓർഗനൈസേഷൻ എക്കണോമിക് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഗോൾസ്, സയന്റിഫിക് ചേഞ്ചസ് ആൻഡ് ആന്റിസിപ്പേഷൻ. ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിങ്. അത് നിങ്ങളുടെ ബുക്കിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വായിക്കാം. ദെൻ കംസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിങ്. അതിൻ്റെ അകത്തും കുറെ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, അറൌണ്ട് 11 പോയിന്റ്സ് ഉണ്ട്. I would request you to learn at least 9 points of it. I'll just read it. Education planning must be one aspect of general national planning. Research is based on planning. Research is based on planning. Based on the system analysis, planning must be a continuous process. That's one important. It's a continuous process. Planning should find a definite place in educational organization. Planning should take into consideration resources and establish condition of work. Planning must be realistic and practical. ഇത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞത്. Planning must involve active and continuous participation of all interested individuals and groups. ഇപ്പൊ ഇതിൻ്റെ അകത്ത് സ്കൂളിൻ്റെ തന്നെ പ്ലാനിങ് മസ്റ്റ് ഇൻവോൾവ് ആക്റ്റീവ് ആൻഡ് കണ്ടിന്യൂസ് പാർട്ടിസിപ്പേഷൻ ഓൾ ഇൻട്രസ്റ്റഡ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് സ്കൂൾ ലെവലിൽ വരുമ്പം പാരന്റ്സ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്ത് വേണം ആ പ്ലാനിങ്ങിൽ. സ്റ്റുഡന്റ് റെപ്രസെന്റേറ്റീവിനെയൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അതിൻ്റെ അകത്ത്. സോ വി ക്യാൻ ലിസൺ ടു ദ വ്യൂസ്, വോട്ടേഴ്സ് ദാറ്റ് ദേ വോണ്ട്, അതെല്ലാം നമുക്ക് ചെയ്യാം. ഇതെന്നാണ് ഈവൻ ദാറ്റ് PTM, പാരന്റ് ടീച്ചർ PTA, പാരന്റ് ടീച്ചർ അസോസിയേഷൻ. അപ്പൊ അതിൻ്റെ അകത്ത് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ സ്കൂൾ there is a group form where the parents are also involved in it, and they are all the policies, all the
what the decisions what they take, the parent members take. I mean, it's a team which takes the decisions and it is communicated to parents. അപ്പൊ അതിനൊക്കെ കമ്മ്യൂണിക്കേഷനിൽ കഴിഞ്ഞിട്ടാണ് ആ ഡെസിഷൻസ് എടുക്കുന്നത്. പിന്നെ അത് പിന്നെ പ്ലാൻ ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ ഓൾ ദ പേഴ്സൺസ്. എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടായിരിക്കണം അത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലായിരിക്കണം വാട്ട് ഇസ് ഒബ്ജക്റ്റീവ് എന്നുള്ളതൊക്കെ. ഇറ്റ് ഷുഡ് പ്രൊവൈഡ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ. പ്ലാനിങ് എത്ര എഫക്റ്റീവ് ആണെന്ന് ഉള്ളത് അത് ഇവാലുവേഷൻ ചെയ്യണം. It should have a provision for the modification for further actions. That is very very important. അല്ലേ, മോഡിഫിക്കേഷൻസ് വന്നാൽ നമ്മൾ റിജിഡായിട്ട് അതല്ല നമ്മളിങ്ങനെ തീരുമാനിച്ചത് മാറ്റാൻ പറ്റില്ല എന്ന് അങ്ങനെ വിചാരിക്കരുത്. ഇപ്പൊ അതിൽ ഇത് മാറ്റിയാൽ അതിൽ മെച്ചമുണ്ടാവുമെങ്കിൽ ഡെഫിനറ്റ്ലി വി ഷുഡ് നോട്ട് ഹെസിറ്റേറ്റ്. Then function of a school organization is what we are coming next. എന്താണ് ഫംഗ്ഷൻ ഓഫ് സ്കൂൾ ഓർഗനൈസേഷനിൽ വാട്ട്സ് ഫംഗ്ഷൻ ഓഫ് എ സ്കൂൾ? അപ്പം എന്താണ് പ്രൊവൈഡിങ് ഹ്യൂമൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഇതെന്താണ് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇപ്പം ഒരു ഓർഗനൈസേഷന് ഇപ്പൊ ഒരു സ്കൂൾ ഫങ്ഷനിങ് ആവുന്നതിന് മുന്നേ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ സപ്പോസ് ഇപ്പൊ എല്ലാം സെറ്റ് ചെയ്തു, ഡേ 1 ഫംഗ്ഷൻ ഫസ്റ്റ് ടൈം സ്കൂൾ ഇസ് ഓപ്പണിങ്, അതിന് മുന്നേ ബാക്കപ്പ് വർക്ക് എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്. അതിന്റെ ഇതൊക്കെ നമുക്ക് ഇതിന്റെ നോക്കാം. പ്രൊവൈഡിങ് എക്യുപ്മെന്റ്സ് ലൈക്ക് ഹ്യൂമൻ എക്യുപ്മെന്റ്സ് ഇട്ടേക്കുന്നത്. പ്രൊവൈഡിങ് റിസോഴ്സ് പീപ്പിൾ നമുക്ക് വിളിക്കാം, ലൈക്ക് പ്രിൻസിപ്പൽ, ഹെഡ് മിസ്റ്റേഴ്സ്, ടീച്ചിങ് സ്റ്റാഫ്, നോൺ ടീച്ചിങ് സ്റ്റാഫ് ആൻഡ് സപ്പോർട്ട് സ്റ്റാഫിനെ പ്രൊവൈഡ് ചെയ്യണം. Provide good furniture, that is good infrastructure. Good furniture, fan, lighting, lab, reading room, washroom, etc. Preparation of curriculum for all classes. Provide co-curricular activities. Preparation of timetable. Maintenance of discipline. അതിനൊക്കെ ഒരു എന്താണ് പ്രോഗ്രാം ഉണ്ടായിരിക്കണം. Provide health and physical education, career guidance and counseling, maintenance of records, coordination of work with the society, evaluation of pupil achievement, finance and budgeting. ഇത്രയും കാര്യങ്ങളാണ് ദ ഫങ്ഷൻ ഓഫ് ദ സ്കൂൾ ഓർഗനൈസേഷൻ. ഇതിപ്പോൾ നമ്മൾ വായിക്കുമ്പം ഭയങ്കര ഈസി ആയിട്ട് നമ്മൾ പറഞ്ഞു, പക്ഷെ ഇതിനെ ഒന്ന് സിസ്റ്റമൈസ് ചെയ്ത് എല്ലാം റെഡിയാക്കി കൊണ്ടുവരാൻ ഒത്തിരി സമയമെടുക്കും. ഒത്തിരി ആൾക്കാരുടെ ഇൻവോൾവ്മെന്റും കാര്യങ്ങളും എല്ലാം വരുന്നു. ഫോർ എ സ്കൂൾ എല്ലാ സ്കൂൾസും ഇത് ചെയ്യുന്നതാണ്. ഫൈനലി അതിന്റെ ഒരു സക്സസ് ഇതാക്കാനായിട്ട് ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ടീം വർക്ക്. അപ്പൊ എല്ലാവരും കൂടെ യോജിച്ച് നിന്ന് വേണം കാര്യങ്ങൾ ചെയ്ത് അതിനെ സക്സസ്ഫുൾ ആക്കാനായിട്ട്. Okay, suppose all the points are clear to you. Preparation of curriculum for all classes, then maintenance of discipline. Maintenance of discipline എന്നൊക്കെ എന്ന് പറഞ്ഞാൽ അതിനും ഈവൻ ഇതെന്നാണ് ഇപ്പം ഒരു സ്കൂളിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഫുൾ സ്കൂൾ ഒരേ സമയത്ത് ലഞ്ച് ബ്രേക്കിനൊക്കെ വന്ന ഭയങ്കര കെയോസും, പിന്നെ അത് തന്നെ അവോയ്ഡ് ചെയ്യാനായിട്ട് ചില സ്കൂൾസൊക്കെ ലൈക്ക് പ്രൈമറിക്ക് ഒരു ഡിഫറെന്റ് ലഞ്ച് ബ്രേക്ക് ടൈം, say around 15 minutes early they will go for lunch, and so that they will be back in classrooms and then the senior students will go. അപ്പോൾ അതിന്റെ നമ്മുടെ ആ സ്റ്റേക്കേഴ്സിനും എല്ലാം കോമൺ ഏരിയസിൽ അവിടെയൊക്കെ ഓവർ ക്രൗഡഡ് ആവാതിരിക്കാനും കാര്യങ്ങളിലൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ദെൻ പ്രീ പ്രൈമറി ഡെഫിനറ്റ്ലി ഓൾവേസ് സെപ്പറേറ്റ്. ഈവൻ അവരുടെ ക്ലാസ് സെഷൻസ് ഇപ്പൊ എന്താണ് സീനിയേഴ്സിന്റെ ക്ലാസ് തീരുന്നതിന് ഒരു 10-15 മിനിറ്റ് മുന്നേ നമ്മൾ അവരെ ബസ്സിലൊക്കെ ബോർഡ് ചെയ്യിപ്പിച്ച് അവർ ഡേ സെറ്റിൽ അത് കഴിഞ്ഞിട്ടായിരിക്കും ലോങ് ബെൽ വരുന്നത് ഫോർ എവറിബഡി ടു ഡിസ്പേഴ്സ്. അപ്പൊ അതൊക്കെ ഡിസിപ്ലിനിൽ അതിൻ്റെ അതൊക്കെ വരുന്നുണ്ട്. പിന്നെ കുറെ നിങ്ങളുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നൗ നീഡ് ഓഫ് സ്കൂൾ ഓർഗനൈസേഷൻ. സ്കൂൾ ഓർഗനൈസേഷന്റെ വാട്ട് ആർ ദ നീഡ്സ് എന്നുള്ളത് അടുത്ത് നമ്മൾ നോക്കുന്നത്. Educational objectives, employment and thereby a good standard of living. Need of school organization. നമ്മൾ സ്കൂളിലെ കുട്ടികളിലെ എന്താണ് നമ്മൾ തന്നെയാണ് ഇപ്പം ഡെവലപ്പ് ചെയ്യേണ്ട എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് അവർക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അവരുടെ സ്കില്ലിംഗ്, എംപ്ലോയ്മെന്റ് ആൻഡ് thereby a good standard of living. അപ്പൊ നമുക്കറിയാം സ്കിൽ അവരുടെ ഒരു ഇതിലോട്ട് ഒരു ലൈവ്ലിഹുഡ് ഉണ്ടാക്കാനുള്ള ഒരു റെഡിനെസ് അവർക്ക് ഉണ്ടാക്കണം. For deciding the priorities,
the order of importance. Then what is the most important at that particular time, അത് അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ അവർക്ക് പറ്റണം. ഇപ്പം റോബിൻ ശർമ്മയുടെ ബുക്കിലൊക്കെ അതിന്റെ ഒരു ആക്ടിവിറ്റി തന്നെയുണ്ട്. ഇമ്പോർട്ടൻറ്റ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്, ഏർജന്റ്, നോട്ട് ഏർജന്റ്, അങ്ങനെ 4 ക്ലാസിഫിക്കേഷൻ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ കുട്ടികളോട് പറയും, കുറെ ഡിഫറെന്റ് ആക്ടിവിറ്റി ഇത് കൊടുത്തിട്ട്, സിറ്റുവേഷൻസ് കൊടുത്തിട്ട് ഹെൽപ്പ് ദം ടു അണ്ടർസ്റ്റാൻഡ് വിച്ച് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ. വെറുതെ പ്രയോറിറ്റൈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ അവർക്കത് മനസ്സിലാവുന്നില്ല, അവർക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നത്തില്ല. അപ്പൊ ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കുമ്പോൾ ദേ വിൽ ബി ഏബിൾ ടു പ്രയോറിറ്റൈസ്. അപ്പൊ ദാറ്റ്സ് സ്ലോലി യു ആർ ട്രെയിനിങ് ദം to provide services related to students' welfare and also as a part of the education, to provide good quality of education in consideration with the maximum and optimum use of resources, bring necessary social change with the passage of time, for imposing certain restrictions, keeping in mind the national resource, child capacity, demand of the society, etc. പിന്നെ securing cooperation of the കമ്മ്യൂണിറ്റി. എപ്പോഴും നമ്മൾ എവിടെയാണ് നമ്മൾ സ്കൂൾ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് അവിടുത്തെ സറൗണ്ടിങ്സ് ആയിട്ടുള്ള ആ കമ്മ്യൂണിറ്റി ആയിട്ട് നല്ലൊരു കണക്ഷൻ വരണം. ലൈക്ക് ബോത്ത് ദ സൊസൈറ്റി ആൻഡ് ദ സ്കൂൾ ഷുഡ് ബെനിഫിറ്റ്. ലൈക്ക് ഇറ്റ് ഷുഡ് ബി എ വിൻ-വിൻ സിറ്റുവേഷൻ where for their existence and for the growth both the parties are supporting. And community-യിലെ നമ്മുടെ എന്നാണ് social workers like ഒത്തിരി there are lot of opportunities where they can contribute, and so is school is also you can support them. ഇപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇപ്പം പോളിയോ ഡ്രോപ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാനും ഒക്കെ ലൊക്കേഷനായിട്ട് സ്കൂളിലൊക്കെ നമുക്ക് ആ സ്പേസ് അവർക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ എല്ലാവർക്കും വന്ന് അവിടെ കാര്യം തന്നെയാണ് ഈ മെഡിക്കൽ ക്യാമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്കൂൾ ഈസ് ഹെൽപ്പിംഗ് ദ സൊസൈറ്റി. ആൻഡ് പിന്നെ നമുക്ക് ഇങ്ങനെ ഓരോ തന്നെയാണ് ഇപ്പൊ നമുക്ക് ഗസ്റ്റിനെയൊക്കെ സ്കൂളിൽ കൊണ്ടുവരുന്നതും നല്ല സ്പീക്കേഴ്സിനെയൊക്കെ കൊണ്ടുവരുന്നത് അതിന് കമ്മ്യൂണിറ്റിക്ക് വൈസ് വേഴ്സ അവർ സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇത് തന്നെയാണ് നാഷണൽ സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോൾ ബോത്ത് ഓഫ് ദം ടുഗദർ ക്യാൻ ഡു ഇറ്റ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അവർക്ക് ചെയ്യാവുന്നത്. ഓക്കെ, പിന്നെ യൂട്ടിലൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു ദി മാക്സിമം, കൺസിഡറേഷൻ ഓഫ് നാഷണൽ റിക്വയർമെന്റ് ഓഫ് ഫണ്ട്സ്, stretch every rupee to the possible limit. Stretch every rupee to possible limit എന്ന് പറയുമ്പോഴത്തേക്കും ആ ഫെസിലിറ്റി മാക്സിമം ആൾക്കാരിലോട്ട് എത്തിക്കുന്നതാണ് സ്ട്രെച്ച് ഉദ്ദേശിക്കുന്നത്. ഫോർ ദി അപ്ഡേറ്റ് ഓഫ് ടെക്നോളജി ഫോർ ചേഞ്ച്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് നീഡ് ഫോർ സ്കൂൾ ഓർഗനൈസേഷനിൽ വന്നിരിക്കുന്നത്. Now let's see what is an organization. What's an organization? When a group of people come together for achieving a predetermined goal, then we can call it an organization. School ആണെങ്കിൽ the predetermined goal is to prepare the student for their adult life. പിന്നെ അവർക്ക് വേണ്ട കുറെ ആട്രിബ്യൂട്ട്സ് ഒക്കെ ഉണ്ട്, അതെല്ലാം അവരെ ഡെവലപ്പ് ചെയ്യിപ്പിക്കുക, അവരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡെസിഷൻസ് ഒക്കെ എടുക്കാനുള്ള കപ്പാസിറ്റിയിലോട്ട് കൊണ്ടുവരിക. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ട്രൂത്ത്, നോൺ വയലൻസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക. ഹൗ ടു ബിക്കം എ ഗുഡ് ഹ്യൂമൻ ബീങ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സ്കൂൾ ലെവലിൽ അവർക്ക് തന്നെയാണ് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ഇപ്പൊ നമ്മളിപ്പം പറഞ്ഞത് ഓർഗനൈസേഷൻ. ഓക്കെ, പിന്നെ അതിൻ്റെ അത് ഡെഫിനേഷനൊക്കെ നിങ്ങളുടെ ഇതിൽ PPT-യിൽ ഇട്ടിട്ടുണ്ട്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ എന്തൊക്കെയാണ്? ഒരു ഓർഗനൈസേഷനിൽ പറഞ്ഞ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, സോ ഡിവിഷൻ ഓഫ് വർക്ക് happens, then coordination happens, all will be with a common objective, then cooperative relationship, well-defined authority and responsibility relationship. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, it should be with authority the responsibility, അല്ലേ? അതോറിറ്റി ഉള്ളവർക്ക് റെസ്പോൺസിബിലിറ്റിയും വരുന്നുണ്ട്. ഇപ്പം സ്കൂൾ പ്രിൻസിപ്പലിന് കുറെ അതോറിറ്റി ഉണ്ട്, അതുപോലെ ഷി ഹാസ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി.
അത് പിന്നെ ഇപ്പൊ നമ്മുടെ കോർഡിനേറ്റേഴ്സിനും ഒക്കെ അതോറിറ്റി വിത്ത് റെസ്പോൺസിബിലിറ്റി വേണം കൊടുക്കാൻ. എല്ലാത്തിനും നമ്മൾ ഇത് ഓരോ ചെറിയ ഡിസിഷൻ എടുക്കണമെങ്കിലും നമ്മൾ പ്രിൻസിപ്പലിനോട് ചോദിച്ചിട്ടാണ് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോഴത്തേക്ക് ദെൻ ഷി ഹാസ് ഓൺലി റെസ്പോൺസിബിലിറ്റി ബട്ട് നോ അതോറിറ്റി എന്ന് ഐ വുഡ് സേ. സോ ഐ ഷുഡ് ബി ബാലൻസ്ഡ് ആൻഡ് ഐ വിൽ ലൈക്ക് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ദേ വിൽ ബി ഏബിൾ ടു motivate them and help them to grow and for the organization also to grow in a right manner. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഒരു ഇത് ഇട്ടിട്ടുണ്ട്. അതെന്നാണ് ക്യാരക്ടേഴ്സ് ഓഫ് ഓർഗനൈസേഷൻ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ചേഞ്ച് മേക്സ് തിങ്സ് ഡിഫറെന്റ്. ചേഞ്ച് ഇസ് ഇന്നെവിറ്റബിൾ. ചേഞ്ച് ഇസ് യൂഷ്വലി is an ongoing activity. Change result from the factor from inside and outside the organization. Change offers a new opportunity and poses new challenges. Change takes place in all parts of an organization. Change takes place at a varied rate in different parts of the organization. അല്ലേ, ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ. ചേഞ്ച് ഇസ് ഇന്നെവിറ്റബിൾ. ഓൾവേസ് ചേഞ്ച് ഇസ് ഹാപ്പനിങ്. Certain things are very prominent, certain slowly it happens. പിന്നെ ഈവൻ ലൈക്ക് ഇപ്പൊ ഒരു സ്കൂൾ ഓർഗനൈസേഷനിലൊക്കെ ആണെങ്കിൽ ഒരു പുതിയ ഹെഡ് ഓഫ് ദി സ്കൂൾ പ്രിൻസിപ്പൽ വന്ന് ടേക്ക് ഓവർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൽ കുറെ ചേഞ്ചസ് ഒക്കെ നമ്മൾ തന്നെയാണ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ദേ മേക്ക് എ ചേഞ്ച്. അപ്പൊ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് എടുത്ത് മാറ്റാതെ സ്ലോലി ചെയ്യുന്നതായിരിക്കും ഇറ്റ് വിൽ ബി ഐഡിയൽ ടു അതൊന്ന് എന്താ പറയണേ അങ്ങനെ ചെയ്യുന്നതായിരിക്കും വുഡ് സേ ഇറ്റ് വുഡ് ബി ഹെൽത്തി. ആൻഡ് ഇത് പറഞ്ഞ പോലെ ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലാവണമല്ലോ. അപ്പോൾ ഓൾ സഡൻ ആവാതെ സ്ലോലി ആസ് പെർ ദ റിക്വയർമെന്റ് പതുക്കെ ചെയ്യുന്നതായിരിക്കും ഫോർ ദ അക്സെപ്റ്റൻസ് ഓഫ് ദി ടീം. പിന്നെ ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് നമ്മൾ പറയാം ഇൻഡിപെൻഡൻസ് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പൊ ഓർഗനൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ ഓർഗനൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആർ ഗ്രേറ്റ്ലി interdependent. Organization decides or determines the degree of good organization decides and determines the degree of success in administration. What is an organization and how is it different from administration? So namukku for example parayam the organization can be compared to a machine and which is with the functioning and operation അടുത്ത നമുക്ക് ഇന്റർഡിപെൻഡൻസ് അഡ്മിനിസ്ട്രേഷനെ പറ്റി നോക്കാം. ഓർഗനൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആർ ഗ്രേറ്റ്ലി ഇന്റർഡിപെൻഡന്റ്. അപ്പോൾ നമുക്ക് ഓർഗനൈസേഷൻ ക്യാൻ ബി കമ്പയർഡ് ടു എ മെഷീൻ ആൻഡ് ദ ഫങ്ഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ദ മെഷീൻ ക്യാൻ ബി കമ്പയർഡ് ആസ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, നമുക്ക് അതിന്റെ റോൾസ് ഒന്ന് നമുക്ക് എന്താന്ന് നോക്കാം. അണ്ടർസ്റ്റാൻഡിങ് റോൾസ് നോക്കാം. Organization may be poor to begin with, but it can be improved upon with a good administration. Very valid point. Organization may be poor to begin with, but it can be improved upon with a good administration. It can be noted that we cannot have administration without organization. For example, setting up a school or a company is the role of an organization, whereas looking after to the day-to-day function will be the responsibility of the administration. I suppose that example will give clarity to it. Okay, then now let's see the role each of them have to play. Organization and administration. Organization is primarily concerned with the pre-execution stage. പ്രീ എക്സിക്യൂഷൻ എന്ന് വെച്ചാൽ അത് സെറ്റ് ആവുന്നതിന് മുന്നേ ഉള്ള ഒരു സ്റ്റേജ്, പ്രീ എക്സിക്യൂഷൻ സ്റ്റേജ്. വേറാസ് അഡ്മിനിസ്ട്രേഷൻ പ്രൈമറിലി കൺസേൺ വിത്ത് ദി എക്സിക്യൂഷൻ സ്റ്റേജ് എന്ന് വെച്ചാൽ അതെല്ലാം ഇത് പ്രീ എക്സിക്യൂഷൻ ആണ് അവരെങ്കിൽ നമ്മൾ അതെല്ലാം റെഡിയായി കഴിയുമ്പോൾ ദെൻ വി ആർ സ്റ്റാർട്ടിങ് ഡേ 1 എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ടേക്ക് ചാർജ്. അപ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് കളക്ഷൻ കോർഡിനേഷൻ ഓഫ് മെറ്റീരിയൽ ആൻഡ് റിസോഴ്സസ് ആസ് ടു പുട്ട് ഇൻ ടു ഓപ്പറേഷൻ. ഓർഗനൈസേഷന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ മെൻ ആൻഡ് മെറ്റീരിയൽ എല്ലാം റെഡിയാക്കുക എന്നാണ്. അതിനെ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുന്നതും അതിന്റെ റെസ്പോൺസിബിലിറ്റി അഡ്മിനിസ്ട്രേഷനാണ്.
അപ്പൊ ഇപ്പൊ ഒരു സ്കൂൾ ബിൽഡിംഗ് വലിയൊരു ക്യാമ്പസ് ഉണ്ടാക്കി, വേരിയസ് ക്ലാസ് റൂംസ്, ലാബ്സ്, പ്ലേ ഏരിയ, ഓഡിറ്റോറിയം, ഇതെല്ലാം ഉണ്ടാക്കി, ഇത് ഓർഗനൈസേഷന്റെ റെസ്പോൺസിബിലിറ്റി. എവറി ഹുക്ക് ആൻഡ് കോർണർ അത് ഫുള്ളി യൂട്ടിലൈസ്ഡ് ആവണം. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു സാധനം പോലും അൺയൂസ്ഡ് ആയിട്ട് അത് വെറുതെ കിടക്കാതിരിക്കണം. അപ്പൊ അത് നല്ലതായിട്ട് പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ ചെയ്യുമ്പോഴാണ് ഇത് അഡ്മിനിസ്ട്രേഷൻ എഫക്റ്റീവായിട്ട് വരുന്നത്. പിന്നെ നിങ്ങളുടെ ബുക്കിൽ തന്നിട്ടുണ്ട് റോൾ ഓഫ് ഓർഗനൈസേഷൻ പറഞ്ഞിട്ട് 7 ആക്ടിവിറ്റീസ്. അതിൻ്റെ അകത്ത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കോർഡിനേഷൻ, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഓക്കെ, അതിൻ്റെ അകത്ത് ഈ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ് അതിൻ്റെ എല്ലാം നിങ്ങളുടെ ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. ലൈക്ക് ഐ വുഡ് സേ യു ഗോ ത്രൂ ഇറ്റ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ കം ബാക്ക് ടു മീ. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് ഡെഫിനിഷൻ ഓഫ് എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ പറയുന്നുണ്ട്. എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ ഇസ് എ ക്രിയേറ്റീവ് ഡൈനാമിക് പ്രോസസ് giving friendly guidance and direction to teachers and pupils for improving themselves and the teaching learning situation for the accomplishment of better goals of education. ഇത് ഈ ഡെഫിനിഷൻ തന്നേക്കുന്നത് R.P. ഭട്നാഗർ ആൻഡ് I.B. വർമ്മ. അവർ രണ്ടുപേരും കൂടിയാണ് എഡ്യൂക്കേഷണൽ സൂപ്പർവിഷന്റെ. അപ്പൊ എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു എക്സ്പേർട്ട് പേഴ്സൺ കമ്മിങ് ഇൻ ടു സ്കൂൾ, ഒബ്സർവിംഗ് ദ ക്ലാസ് ആൻഡ് ഓൾ, ഗിവിംഗ് their guidance. And there also it should be both appreciation and if there are some areas to be improved, that also can be mentioned. It's a great and dynamic process giving friendly guidance and direction to teachers and pupils for improving themselves and the teaching learning situations for the accomplishment of desired goal of education. പിന്നെ വേറൊരു ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്. സൂപ്പർവിഷൻ ഇസ് ആൻ എക്സ്പേർട്ട് ടെക്നിക്കൽ സർവീസ് primarily concerned with studying and improving the condition that surrounds learning and pupil growth. അത് AS ബാർ ആണ് ഡെഫിനിഷൻ തന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് നമുക്കുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ. ഇറ്റ് ഇസ് എ ക്രിയേറ്റീവ് ആൻഡ് ഡൈനാമിക് എക്സ്പേർട്ട് ടെക്നിക്കൽ സർവീസ് എന്ന് നമ്മൾ പറഞ്ഞ അതിൻ്റെ അകത്തൊരു എക്സ്പേർട്ട് ആണ് അത് ചെയ്യുന്നത്. പ്രൊവൈഡ്സ് ലീഡർഷിപ്പ് വിത്ത് എക്സ്ട്രാ നോളജ് ആൻഡ് സുപ്പീരിയർ സ്കിൽ. ഇറ്റ് പ്രൊമോട്ട്സ് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷണൽ എഫേർട്സ് ഇൻ എ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. ഇറ്റ് ഗിവ്സ് കോർഡിനേഷൻ, ഡയറക്ഷൻ, ഗൈഡൻസ് ടു ദ ടീച്ചർ activities. It encourages continuous growth of teachers and development of students. It improves instruction and teaching learning process. It helps in achieving the aims and objectives. ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ. ഇതിൻ്റെ അകത്ത് ഓരോ ഹെഡിങ്ങും അത് നമ്മൾ ശ്രദ്ധിച്ചത് മനസ്സിലാക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇസ് നൗ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ് റീഡ് ഇറ്റ്. പിന്നെ the need and purpose of the system. Objectives of education management at school and institutional level എന്ന് പറഞ്ഞാൽ achievement of schools objective, to improve the planning, ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. To enhance the job satisfaction, to manage interpersonal conflicts, manage stress and to use time effectively, to improve interpersonal communication. അങ്ങനെ അതെല്ലാം അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നീഡ് ആൻഡ് പർപ്പസ് ഓഫ് സിസ്റ്റം എന്താണ്? ഇറ്റ് ക്യാൻ ഇഫക്റ്റീവ്ലി ഇംപ്രൂവ് ദ ഇൻസ്ട്രക്ഷണൽ സിസ്റ്റം. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇസ് ദാറ്റ് it may help in seeking maximum effective utilization of human and material resources connected with the process of education. It may help in maintaining, controlling and improving the guidance services of school. It may help in providing the training and development program. അപ്പം ഒരു സ്കൂളിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടീം വർക്ക് ആൻഡ് സോ മെനി പീപ്പിൾ ആർ ഇൻവോൾവ് ആൻഡ് വിത്ത് ദ പീപ്പിൾ ദർ ആർ ലോട്ട് ഓഫ് റിസോഴ്സസ് which is used to make the learning very effective and happen. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ. ഓക്കെ.